ഞാൻ രണ്ടാമതൊരു ക്വാർട്ടർ പാർക്ക് ഇങ്ങനെ ഒരു സഞ്ചി മുടിച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഓർമ്മ മെട്രോ കാർഡ് നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ ഡൽഹിയിലെത്തി. അപ്പോൾ ഈ സാധനം തന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കശ്മീർ എയർപോർട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇപ്പോൾ ഒരു വെള്ളം കിട്ടി. പിന്നെ ഈ ഒരു സാധനം തോടാതേതോ. പിന്നെ ഫുഡിനുള്ള റേറ്റ് കൊടുക്കും 199 അല്ല 300 ചില്ലാൻ. സമൂസക്ക് 129 രൂപ. അപ്പോൾ എന്തായാലും ഇത് തിന്നട്ടെ. അപ്പോൾ കാണാം. അപ്പോൾ ഈ ഒരു സാധനം തന്നു. നമ്മൾ കരിക്കഞ്ഞില്ലേ, കരിക്കഞ്ഞിയാണ്. ഓക്കെ, സാൻഡ്വിച്ച് കൊടുത്തി. അപ്പോൾ തൽക്കാലം ലഗേജ് ഒക്കെ വെച്ച് നേരെ സാൻഡ്വിച്ച് ഇതുണ്ട്. നമ്മൾ നോർമൽ കേസിൽ എയർപോർട്ടിൽ വന്നാണ്ടേ എല്ലാ നോമ്പിനും ഞാൻ ഒന്നുകിൽ എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കുടുങ്ങലുണ്ട്. ഇക്കുറി കുടുക്കല്ലാതെ യാത്രയാണ്. അപ്പോൾ സാധാരണ ആൾക്കാരെ എഴുതി ഇരുന്ന് തിന്നാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല, കാരണം നല്ല വിശപ്പുണ്ട്. ഞാൻ അത് തിന്നു, ഒറ്റയ്ക്ക് തിന്നു. ഓക്കെ, ഒരു സാൻഡ്വിച്ച് 366 രൂപ. പിന്നെ ഇതും തരിക്കഞ്ഞിൻ്റെ ഒക്കെ ടേസ്റ്റ് പഠിച്ചാണ് എപ്പോഴാണ് അറിയണത്. ഇത് നേരെ ഇവിടുന്ന് ഡൽഹിക്കാണ് പോണ വയ്ക്കലെ കാഴ്ചയിലാണ്. ഓക്കെ, സംഭവം ഇതിൻ്റെ കാൽവണ്ണങ്ങൾ ഞാൻ അവിടുത്തെ ചെരുപ്പ് എടുത്തുള്ളത് അവിടെ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടോ. കുറേ ആൾക്കാരുടെ ചെരുപ്പുമ്പോൾ കൂക്കണം. ഒരാളുടെ, അതായത് ഒരു പുസ്തകത്തിൻ്റെ കവർ നോക്കിയിട്ട് ആ പുസ്തകത്തെ എന്ത് ചെയ്യാൻ പാടില്ല, വിലയിരുത്താൻ പാടില്ല. ഇതെല്ലാം അണ്ടിപ്പരിപ്പുണ്ട് കേട്ടോ. വേറൊരു കോമഡി എന്ന് വെച്ചാലേ, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ വാങ്ങി കൊടുക്കണേ മൂലർക്ക് പേച്ച എന്താ അറിയില്ല. എന്തായാലും 6:55 കഴിക്കണേ. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ 6:51 ഭക്ഷണം കഴിക്കണത്. ഇവിടെ വാങ്ങി നോർമൽ 6:37, 38, 40 ക്വാളിറ്റിയില്ല വിചാരിക്കുക അല്ലേ. എയർപോർട്ടുകളിലൊക്കെ ഉള്ള റേറ്റ് ഒക്കെ നിങ്ങൾ ക്വാളിറ്റിയിലെ ഫുഡൊന്നും ആവില്ല, പക്ഷെ പൈസൻ്റെ റേറ്റ് ഇതൊക്കെ എന്ന് ക്ലിയർ ആവാല്ലേ. ഒരു എയർപോർട്ട് പോലും, അതായത് എയർപോർട്ടിൽ എല്ലാവരും ഭയങ്കര പൈസക്കാരെന്നല്ല പോണത് ഉണ്ട്. പക്ഷെ എന്നാലും എന്താ അവസ്ഥ ശരി. നമ്മൾ ശരിക്കും കൂടെ ഉണ്ടോ നമസ്കാരം തുടങ്ങി. അപ്പോൾ ബോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ ഇനി ഫ്ലൈറ്റ് കയറിയിട്ട് നേരെ ഞാൻ പോകും. ഓക്കെ, നേരെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോകണം. ഓക്കെ, നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറി. ഇതിൽ നമ്മൾ സീറ്റ് ഉണ്ട് ഇവിടെ 15A. ഇങ്ങനെ നോക്കാം. A പറയുമ്പോൾ എപ്പോഴും എന്താണ്, Aയും Dയും എപ്പോഴും എന്തായിരിക്കും, സൈഡ് സീറ്റ് ആയിരിക്കും. ഓക്കെ, നടുവിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുടുങ്ങും. അപ്പോൾ സീറ്റ് എടുക്കുമ്പോൾ നോക്കാം. 15 നമുക്ക് കുറച്ച് ലെഗ് സ്പേസ് ഉള്ളതാണെന്നാണ് പറഞ്ഞത്. എക്സിറ്റ് ടിക്കറ്റിൻ്റെ അവിടെ നോക്കുക. നമ്മൾ സീറ്റ് ഉണ്ടോ 12A 15A നേരത്താണില്ല ഈ സീറ്റൊക്കെ. കാലിന് സ്പേസും ലഗേജ് ഇവിടെ വെക്കുമ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഉണ്ട്. കൈയൊക്കെ കഥ 7 ഇതൊക്കെ ഫുള്ള് പുറഞ്ഞ് ഇതാണ് അവസ്ഥ. ഇതാണ് എമർജൻസി എക്സിറ്റ്. ഓക്കെ, നേരെ ഡൽഹി എത്തിയിട്ട് കാണാം. നമ്മൾ ഡൽഹിയിലെത്തി, എയർപോർട്ടിൽ ഇറങ്ങി. നേരെ ഇനി പുറത്തേക്ക് പോവാണ്. ഓക്കെ, നല്ലൊരു അൽഫാം മന്തി അടിക്കണം പോയിട്ട്. നല്ല വിശപ്പുണ്ട്, കുറേ ദിവസം പട്ടിണി. ലഗേജ് കളക്ട് ചെയ്യണം. സംഭവം ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനം തരും ലഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോക്ക്. ഇതിപ്പോൾ എൻ്റെ കയ്യിലാകെ ഈ ഒരു ബാഗുള്ളത്. അപ്പോൾ അത് 9 സംതിങ് കിലോ ഉണ്ട്. അപ്പോൾ പിന്നെ ലഗേജ് അതിൽ ഞങ്ങളുടെ ഒരു ബാഗ് വാങ്ങിനു, പുതിയൊരു ബാഗ് വാങ്ങിനു. അപ്പോൾ ആ ബാഗിലിട്ടിട്ട് പോകും. ഇതെന്താ പറയുക, ഒരു വൃത്തിയും ഒരു മെയിൻ്റനൻസ് ഇല്ലാത്ത ടീമാണ്. നല്ല പൈസയും വാങ്ങും. ആരോടാ പറയാ, സ്പീഡിൽ നടന്നിട്ടൊക്കെ ഉണ്ട്.
സത്യം പറഞ്ഞു കഴിഞ്ഞാലേ നോമ്പാണ്, വീട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചില്ലേ. ഇതിപ്പോൾ ഈ കാശ്മീർ പോയിട്ട് പടച്ച റബ്ബേ, ഫുഡും പ്രോപ്പറല്ല, ഒന്നും പ്രോപ്പറല്ല. ആകെ മൂഞ്ചി. അൽഫാം മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്, പോയി കണ്ട് കഴിക്കണം. ചുണ്ടൊക്കെ പൊട്ടിയിട്ട് ഇന്ന് മുതൽ അൽഫാം മന്തി അല്ല, തുലിപ് ഗാർഡൻ ഓപ്പൺ ആയിക്കുണ്ടോ. നമ്മളെ ഈ ഏപ്രിൽ 8 പിന്നെ ട്രിപ്പ് ഉണ്ട്, അതിൽ ഓൽക്കത് കിട്ടും, നല്ല രസമായിട്ട് തുലിപ് ഗാർഡൻ കിട്ടും. സീരിയസ് ആയിട്ട് എടുക്കിട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഒരു ലൈക്കൊക്കെ ചെയ്യും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും വെറുതെ വീഡിയോ ഓണാക്കി. ഇവിടെ ഉണ്ട് നിങ്ങൾ 10 ലഗേജ് ബിൽറ്റാണ് സംഭവം. ഇത് T1 ആണ്, ഡൽഹിയിലെ ടെർമിനൽ 1-ലാണോ എന്ന് ഇറങ്ങിയിരിക്കുന്നത്. ചെറിയ എയർപോർട്ടാണ്, പക്ഷേ നോക്കി ഇവിടെ തന്നെ 10 ഇതാണ്. സ്പൈസ് ജെറ്റിൻ്റെ എവിടെയാണോ സ്പൈസ് ജെറ്റ് ഇതാണ്. ഞങ്ങൾ ലഗേജ് ബെൽറ്റ് 6, സ്പൈസ് ജെറ്റ് നമ്മളെ വണ്ടിയുണ്ട് 214. ലഗേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എടുക്കട്ടെ. പിന്നെ ഡൽഹിയിലേക്ക് നിങ്ങൾ രാത്രിയൊക്കെ എത്തി വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ 11 മണിക്ക് ശേഷം മെട്രോ ഓഫ് ആവും. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെറ്റർ ഊബർ എടുക്കുക. 2-ൽ കൂടുതൽ ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഊബർ ഇതാക്കുക. നല്ല റേറ്റ് ഉണ്ടാവും. മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഊബർ ഭയങ്കര റേറ്റ് കൂട്ടുകയും ചെയ്യും. അങ്ങനെ വിഷയമുണ്ട്. ഇപ്പോൾ ലഗേജ് ഇങ്ങനെ വന്നു തുടങ്ങി. നമ്മൾ ലഗേജ് കാലവും എൻ്റെ വേഗവിടേ ഞാൻ വരും കൊതിക്കാറുണ്ട്. പുതിയ വേഗമായതുകൊണ്ട് എൻ്റെ കളറിൽ ഞാൻ മറന്നിക്കണം. ആകെ വരട്ടെ എന്നിട്ട് നോക്കാം. ബാഗ് വന്നു സുഹൃത്തുക്കളെ. സംഭവം ഇതൊരു വെറൈറ്റി ബാഗാണ്. ഇതിൻ്റെ വീഡിയോ പിന്നെ കാണിച്ചിട്ടുണ്ട്. ഈ ചെറുതും ആക്കാം, വലുതും ആക്കാം. ഇതിനിങ്ങനെ ഉരുട്ടി കൊണ്ടുപോകാൻ ചെയ്യാം. എന്തായാലും കിട്ടി. ഇനി ഞാൻ നേരെ ഇവിടുന്ന് പോവാണ്. ഓക്കെ, ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ 625 ഉറുപ്പ്യാണ് നമ്മൾ 120 ഉറുപ്പ്യക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ഊബറിൻ്റെ ചാർജ്. നേരെ ഇവിടുന്ന് പുറത്ത് കയറണം. ഷട്ടിൽ ബസ് ഉണ്ടെങ്കിൽ ടെർമിനൽ 3 പോയിക്കിട്ട് അവിടുന്ന് മാറണം. അല്ലെങ്കിൽ പിന്നെ നേരെ 10:30 ആയിക്കണം പോയോടെ. നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഭാഗ്യമുണ്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെട്രോ ലൈന് മജന്ത ലൈനാണ്, ഞാൻ മറന്നിരിക്കണേ. ആ ലൈൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നേരെ ഇവിടുന്ന് സമാധാനത്തിൽ പോവാം. മെട്രോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഇതിൽ നമ്മൾ മുന്നേ വന്നിട്ടുണ്ട്. അതായത് മെട്രോ ചാലുവനാ. അപ്പോൾ സുഖാണത്, നമുക്ക് നേരെ കഴിഞ്ഞ് പോവാം. ഇനി മന്തി എന്നാ പോകാം. എൻ്റെ ഇടയ്ക്ക് മെട്രോയിൽ 1-2 വിഷ്വൽസ് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ഒരു സഞ്ചിയും പിടിച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഓർമ്മ വരുന്നത് എന്താ അറിയുമോ, നമ്മൾ മലേഷ്യയിൽ പോയപ്പോഴേ, മലേഷ്യ തായ്ലൻഡിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഇതേപോലെ ഒരു ബാഗിലാണ് നമ്മൾ വിട്ടു. ഊക്കി വിടുകയെന്നൊക്കെ പറയില്ല, അങ്ങനെ 5 പുതിയ സഫാരിൻ്റെ ബാഗ് അവിടെ ഇട്ട് പോന്നു. ഓരോ ടീമാണ് അത്രയും വലിയ പൈസ കൊടുത്ത് അവിടെ പോയിട്ട് അവിടെ തിരിച്ചു വരുന്ന സമയത്ത് ആ ബാഗ് കൊണ്ടുവരാൻ പറ്റില്ല. പതക്ക അല്ലേ. മെട്രോ കാർഡ് നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ നേരെ ഇനി പോവാണ്. ഓക്കെ, 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് പോകേണ്ടത്. നമ്മൾ നേരെ ഡൽഹി മെട്രോ IGI എയർപോർട്ടിൻ്റെ മെട്രോ സ്റ്റേഷനിലാണ്, 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ നമ്മൾ മെട്രോയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, ഞാൻ പറഞ്ഞതാണ്. ഇതാണ് നിങ്ങൾ യു ആർ ഹിയർ എന്നുള്ള സാധനം കണ്ടോ. ഇനി നമ്മളുള്ള സ്റ്റേഷൻ നമുക്ക് കാണും. പിന്നെ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അതിൻ്റെ ആരോ മാർക്ക് ഉണ്ടാവും. അതിനനുസരിച്ച് പ്ലാറ്റ്ഫോം 1ഉം 2ഉം നോക്കാം. ഇതേപോലെ ഒരു ബോർഡ് അവിടെ ഉണ്ടാവും. പക്ഷെ അവിടേക്കുള്ളത് കണ്ടോ, ആരോ മാർക്ക് കണ്ടോ. എന്തൊക്കെ ഇൻഫർമേഷൻസ് അല്ലേ കിട്ടണേ. സുഹൃത്തുക്കളെ, നമ്മളെ മെട്രോ വന്നു. നമ്മൾ നേരെ ഇവിടുന്ന് കയറി പോവാണ്. ഇത് ലേഡീസ് കോച്ചാണ്. നേരെ ജെൻസിൻ്റെ കോച്ചിലേക്ക് കയറി പോകണം. നമ്മൾ ലഗേജ് ഇവിടെ ഉണ്ട്. നേരെ
കയറി പോകുമ്പോൾ നമ്മൾ ഇനി നമ്മൾ നേരെ നമ്മൾ റൂമിലേക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു 3/4 മണിക്കൂർ ഇരിക്കാണ്ട്. ഓക്കെ, റൂമിക്കല്ല പോണ കഴിക്കണം, മന്തിയും അൽഫാമും കഴിക്കണം. ഓക്കെ, ഫുഡിനോടൊക്കെ ഉള്ള പൂതിണ്ടല്ലോ, ഒക്കെ പോകുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ നേരെ നീ മന്തി കഴിക്കാൻ കയറട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു. വിശപ്പിൻ്റെ പോയിക്കൊണ്ടേ വീഡിയോ ഒന്നും എടുക്കാനുള്ള വൈബ് ഉണ്ടായില്ല. എന്തായാലും ഒരു ക്വാർട്ടർ അൽഫാം മന്തി കഴിച്ചു. രണ്ടാമതൊരു ക്വാർട്ടർ പാർസലും വാങ്ങിക്കണ്. റൂമിൽ കൊണ്ടുപോയിട്ട് ഒന്നുകൊണ്ട് കുഴക്കമായിട്ട് രണ്ടാമതും കഴിക്കാണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.